രോഗികളായ കുട്ടികൾക്ക് നേരെ കണ്ണടച്ച് സർക്കാർ. ജന്മനാ പ്രമേഹ രോഗികളായ കുട്ടികൾക്കുള്ള സൗജന്യ ഇൻസുലിൻ വിതരണം വെട്ടിക്കുറച്ചു. ഇതുവരെ നൽകിയിരുന്ന ഷോർട്ട് ആക്ഷൻ ഇൻസുലിന് പകരം സാധാരണ ഇൻസുലിനാകും ഇനി നൽകുക. സാധാരണ കുടുംബങ്ങളിലെ നൂറുകണക്കിന് കുട്ടികളുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലാക്കുന്നതാണ് സർക്കാർ തീരുമാനം. ചെറിയ പ്രായം മുതൽ പ്രമേഹബാധിതരായ കുട്ടികൾക്ക് നൽകിയിരുന്ന കൈത്താങ്ങാണ് സർക്കാർ നിർത്തലാക്കുന്നത്. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന അളവിൽ ഇനി മുതൽ സൗജന്യ ഇൻസുലിൻ നൽകേണ്ടതില്ല എന്നാണ് സർക്കാർ തീരുമാനം. 5 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇതുവരെ നൽകിയിരുന്ന ഷോർട്ട് ആക്ഷൻ ഇൻസുലിന് പകരം ഇനി മുതൽ സാധാരണ ഇൻസുലിനാകും നൽകുക. സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം പറഞ്ഞ് സർക്കാർ നടത്തുന്ന നീക്കം നൂറുകണക്കിന് കുട്ടികളുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. ഇപ്പോൾ രക്ഷിതാക്കളുടെ ആവശ്യമെന്ന് പറയുന്നത് തുടക്കം മുതൽ നൽകിയിരുന്ന ഗുണനിലവാരമുള്ള അതേ ഇൻസുലിൻ ഈ കുട്ടികളിലേക്ക് ലഭ്യമാക്കുകയും ഈ കുട്ടികളുടെ ആവശ്യാനുസരണം ഈ ജീവൻ രക്ഷാ മരുന്നായ ഇൻസുലിൻ അവരിലേക്ക് ഗവൺമെന്റ് എത്തിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ചെറുപ്രായത്തിൽ തുടങ്ങി ജീവിതാവസാനം വരെ നീണ്ടു നിൽക്കുന്ന അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹം. കുട്ടികൾക്ക് സ്കൂളിൽ വെച്ചും രാത്രിയിലുമെല്ലാം ഇൻസുലിൻ കൃത്യമായ അളവിൽ നൽകിയാൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. യഥാസമയം ഇൻസുലിൻ നൽകിയില്ലെങ്കിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാകും ഇവർക്കുണ്ടാവുക. സാമൂഹികനീതി വകുപ്പിന് കീഴിലുള്ള മിഠായി പദ്ധതി ഇതുവരെ ഇൻസുലിൻ സൗജന്യമായിട്ടാണ് നൽകിയിരുന്നത്. സർക്കാർ തീരുമാനം മാറുമ്പോൾ ഇനി മുതൽ ഇൻസുലിൻ രക്ഷിതാക്കൾ പണം കൊടുത്തു വാങ്ങേണ്ടതായി വരും. കുട്ടികളിൽ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനായി ഷോർട്ട് ആക്ഷൻ ഇൻസുലിനാണ് ഇതുവരെ നൽകിയിരുന്നത്. പക്ഷേ ഇനി മുതൽ സാധാരണ ഇൻസുലിൻ മാത്രം മതിയെന്നാണ് സർക്കാർ തീരുമാനം. 2018 പദ്ധതി തുടങ്ങുമ്പോൾ 600 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 1830 കുട്ടികൾ പദ്ധതിയിലുണ്ട്. 1000-ഓളം കുട്ടികൾ അപേക്ഷ നൽകി കാത്തിരിക്കുന്നു. സർക്കാർ മനസ്സുവെച്ചാൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാകൂ. ടൈപ്പ് 1 പ്രമേഹമെന്ന ആജീവനാന്ത പ്രതിസന്ധിയോട് പോരാടുന്ന കുട്ടികളോടും അവരുടെ കുടുംബങ്ങളോടും സർക്കാർ കരുണ കാണിക്കണം. മലപ്പുറത്തുനിന്നും CB അനുമോദ്, ന്യൂസ് 18.